ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ലൂമിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലൂമിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മളെ സോഫ്റ്റ്വെയർ ഇവിടെ യൂസ് ചെയ്യുന്നത് ലൂമിയൻ 12.5 ആണ്. അപ്പോൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ സോഫ്റ്റ്വെയർ റൺ ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ലോഡായി വരട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് സോഫ്റ്റ്വെയർ ലോഡായി വന്നിട്ടുണ്ട്. അപ്പൊ ലോഡായി വന്നപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കിടക്കണം അല്ലെ. ഫസ്റ്റ് കിടക്കുന്ന ക്രിയേറ്റ് ന്യൂ, അതുപോലെ എക്സാമ്പിൾസ്, ബെഞ്ച് മാർക്ക്, ലോഡ്, സേവ് ആസ്. ഓക്കെ, എന്തൊക്കെ നോക്കാം നമുക്ക്. ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ എൻവയോൺമെന്റിന്റെ കുറെ സെറ്റിംഗ്സുകളാണ്. അത് ഓൾറെഡി അവർ തന്നിട്ടുള്ള കുറച്ച് ടെംപ്ലേറ്റുകൾ ഉണ്ട്. പ്ലെയിൻ ആയിട്ടുള്ള എൻവയോൺമെന്റ്, ബീച്ച് എൻവയോൺമെന്റ്, മൗണ്ടൈൻ റേഞ്ച്, അങ്ങനെ കുറച്ച് എൻവയോൺമെന്റ്. ഇപ്പൊ സ്നോ ഉണ്ട് ഇവിടെ, അല്ലെങ്കിൽ നോർമലായിട്ട് വെയിറ്റ് ആയിട്ട് കിടക്കണതുണ്ട്. ഓക്കെ, അതിന്റെ കുറച്ച് എൻവയോൺമെന്റ് ആണ് എവിടെ കിടക്കുന്നത്. എൻവയോൺമെന്റ് ടെംപ്ലേറ്റുകളാണ് എവിടെ കിടക്കുന്നത്, ക്രിയേറ്റ് ന്യൂവിൽ കിടക്കുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾസ് ആണ്. ഈ എക്സാമ്പിൾസ് എന്താണ്, അവർ തന്നെ കുറച്ച് മോഡൽസ് ആണ്. ലൂമിയൻ വെച്ചിട്ട് അവർ വർക്ക് ചെയ്ത് കാണിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. മൂന്നാമതാണ് ബെഞ്ച് മാർക്ക്. ഈ ബെഞ്ച് മാർക്ക് നമ്മുടെ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പൊ എനിക്ക് 48% ഉള്ളൂ. എന്റെ ഒരു കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിലാണ് കിടക്കുന്നത്. എനിവിടെ GeForce GTX ആണ് യൂസ് ചെയ്യുന്നത്. RTX ആണ് ഏറ്റവും ബെറ്റർ. ഞാൻ യൂസ് ചെയ്യുന്നത് GTX ആണ്. അതുപോലെ ഗ്രാഫിക്സ് മെമ്മറി 6GB ഉണ്ട്. പ്രൊസസർ i7 ആണ് ഉള്ളത്. പിന്നെ അതുപോലെ സിസ്റ്റം മെമ്മറി നമ്മൾ 40GB ഇട്ടിട്ടുണ്ട്. റാം അഡീഷണൽ കൂട്ടിയിട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ ചെയ്ത പ്രൊജക്റ്റുകളാണ് ഈ ലോഡിൽ കിടക്കുക. അതായത് റീസെന്റ് പ്രൊജക്ട് ഉണ്ടാവും. ഇപ്പൊ പുറത്ത് നമുക്ക് ലോഡ് ചെയ്ത് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോഡ് പ്രൊജക്ട് ഉണ്ട്. ഓക്കെ, പിന്നെ സേവാസ്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. പിന്നെ ഇവിടെ കിടക്കുന്ന സെറ്റിംഗ്സ് ആണ്. ഈ സെറ്റിംഗ്സിനുള്ളിൽ എന്തൊക്കെയുള്ള ഇമേജ് ഉണ്ട്. ഇമേജിൽ എഡിറ്റർ ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ എഡിറ്റർ ക്വാളിറ്റി 4 സ്റ്റാർ നമുക്ക് വേണ്ടിട്ട് കൊടുക്കാം. അതേമാതിരി എഡിറ്റർ റെസൊല്യൂഷൻ 100 എങ്ങനെ വേണം, എത്ര റെസൊല്യൂഷൻ വേണമെന്നുണ്ട്. പിന്നെ യൂസ് പ്രോക്സി ആയിട്ടുള്ള ഓപ്ഷൻസ് വേണമെന്ന്. അതായത് വലിയ ലോഡ് ഫയലൊക്കെ വരുമ്പോൾ പ്രോക്സി ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ ക്വാളിറ്റി ട്രീസിന്റെ ഹൈ ക്വാളിറ്റി ഇങ്ങനെ ആയിരിക്കും നോർമലി നിങ്ങൾക്ക് ഉണ്ടാവുക. ഫസ്റ്റ് ഞാൻ കോപ്പി ചെയ്തിട്ടൊക്കെ ആയിരുന്നു. ഹൈ ക്വാളിറ്റി ട്രീ ഒന്നും കാണണ്ടെന്നല്ലേ. അതായത് നമ്മുടെ സിസ്റ്റം മാക്സിമം പെർഫോമൻസ് ഇതാക്കാനാണ്. മറ്റേത് ഗ്രാഫിക്സും നല്ലപോലെ പെർഫോമൻസ് ചെയ്യും. അപ്പോൾ ലാഗ് വരാൻ ചാൻസ് കൂടുതലാണ്. അതിനാണ് അതൊക്കെ ഓഫ് ചെയ്തിട്ട് ഇട്ടിരുന്നത്. ഓക്കെ, ഇവിടെ ഇൻപുട്ട് വരുന്നുണ്ട്. എനേബിൾ ഇൻപുട്ട് കാര്യങ്ങളാണ്. മൗസിന്റെ വഴി ആക്സസ് ചെയ്തൊക്കെയാണെന്നുള്ളത്. പിന്നെ സിസ്റ്റത്തിന്റെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഫുൾ സ്ക്രീൻ ആയിട്ട് വേണം, എങ്ങനെയാണ് റീകവറി നമ്മൾ ഓട്ടോമാറ്റിക്കലി കൊടുത്തിട്ടുണ്ട്. ബാക്ക് അപ്പോൾ നമ്മൾ വരുന്നത് ഇവിടെ ക്രിയേറ്റ് ന്യൂവിലാണ് ഫസ്റ്റ് വരുന്നത്. ക്രിയേറ്റ് ന്യൂവില് പ്ലെയിൻ എൻവയോൺമെന്റ് ആണ് ഞാൻ എടുക്കുന്നത്. പ്ലെയിൻ ഉണ്ട്, ബീച്ച് ഉണ്ട്, മൗണ്ടൻ റേഞ്ച് ഉണ്ട്, അങ്ങനെ ഒരുപാട് എന്തുണ്ട് ടെംപ്ലേറ്റ് അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ മൗണ്ടൻ റേഞ്ച് ആണെങ്കിൽ മൗണ്ടൻസ് ബാക്കിലുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് എടുക്കാം. ഞാൻ ഇവിടെ ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അതിനാണ് ഇത് പ്ലെയിൻ എൻവയോൺമെന്റ് എടുക്കുന്നത്. അപ്പോൾ പ്ലെയിൻ എൻവയോൺമെന്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മളെ ടെംപ്ലേറ്റ് ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ലോഡായി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇന്റർഫേസ് ഉണ്ടാവുക. ലൂമിയയുടെ ഫസ്റ്റ് ഇന്റർഫേസ്, അതായത് വർക്കിംഗ് സ്പേസ് ആണ് ഇത് നമുക്കുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും 2-3 കാര്യങ്ങളാണ് ഉള്ളത്. നമ്മുടെ കീബോർഡിന്റെ ക്യൂ എന്ന് പറഞ്ഞാൽ അപ്പാണ്, W എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ക്ക്, E എന്ന് പറഞ്ഞാൽ ഡൗണ്, A എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്, S ബാക്ക്, D റൈറ്റ്. ഓക്കെ, QWEASD ഈ ഒരു 3 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇത് പ്രധാനപ്പെട്ട ഒരു കീ ആണ്. അതായത് മൂവിങ്ങിന് പ്രധാനപ്പെട്ടായിട്ട് യൂസ് ചെയ്യുന്ന കീ ആണ്. പിന്നുള്ളതാണ് O എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ ഒരു പോയിന്റ് എടുക്കണില്ലേ, ആ പോയിന്റ് കറക്റ്റ് ആയിട്ട് ഫിക്സഡ് ആക്കിയിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് കാണിച്ചു തരാം ഞാൻ. അതിന് മുന്നേ നമുക്ക് മൗസ് പോയിന്റും പാടെ നോക്കാം. ഓക്കെ, മൗസില് റൈറ്റ്, നമ്മളെ റൈറ്റ് ബട്ടൺ അല്ലേ മൗസിലെ, അത് എന്താണ് നമുക്ക് ഓവറോൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഓക്കെ, അതിങ്ങനെ ചുറ്റും നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൈറ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. സ്ക്രോൾ ബട്ടൺ സൂം ആൻഡ് സൂം ഔട്ട് തന്നെയാണ്. ഓക്കെ, സൂം ആൻഡ് സൂം ഔട്ട് സ്ക്രോൾ ബട്ടണ്. ലെഫ്റ്റ് ബട്ടൺ സെലക്ഷൻ ആണ് വരുന്നത്. പക്ഷെ സെലക്ഷൻ ചെയ്യാൻ ഇതിനുള്ളിൽ എന്തെങ്കിലും ഓപ്ഷൻസ് വേണം കേട്ടോ. അതായത് എന്തെങ്കിലും മെഷ് ഫയൽസിലായിട്ട് നമ്മൾ കടന്നാലേ സെലക്ഷൻ വരുള്ളൂ. നമുക്ക് പതിയെ മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ലെഫ്റ്റ് ബട്ടണ് ഒരു ബ്രാക്കറ്റ് പോലെ 2 ചിഹ്നങ്ങളുണ്ട് നമുക്ക് ഇവിടെ അല്ലേ. ആ ഒരു പോയിന്റ്, അതിപ്പോ ഈ ഒരു പോയിന്റ് കിട്ടിയിട്ട് ഞാൻ കീബോർഡിൽ O പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്തു, ലെഫ്റ്റ് ബട്ടണിൽ തന്നെ
റൈറ്റ് ബട്ടണിൽ തന്നെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്തു നീക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ പോയിന്റ് ഫിക്സ്ഡ് ആയിരിക്കും. നോക്കിയേ, കണ്ടോ? അത് എവിടേക്ക് വേണോ നമുക്ക് ഇപ്പൊ നമ്മളിവിടെ എക്സ് വൈ ആക്സിന്റെ പോയിന്റ് ഉണ്ട് അല്ലെ, അതിൽ ക്ലിക്ക് ചെയ്തു. അവിടെ ക്ലിക്ക് ചെയ്തില്ല, ജസ്റ്റ് അവിടെ കൊണ്ട് കാണിച്ചു കൊടുത്തു. ഓയിൽ പ്രസ് ചെയ്ത് പിടിച്ചു, റൈറ്റ് ബട്ടണിൽ മൗസിൽ പ്രസ് ചെയ്തു, മൗസിന് ജസ്റ്റ് ഇങ്ങനെ നീക്കി. ഓക്കെ, ഓയിൽ പ്രസ് ചെയ്ത് പിടിക്കുക, മൗസ് ബട്ടൺ ജസ്റ്റ് നീക്കുക. എവിടേക്കാണ് ഇപ്പൊ ഇങ്ങോട്ട് പോകണോ, പ്രസ് ചെയ്ത ലെഫ്റ്റ് ബട്ടണിൽ, റൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, നേരെ എന്ത് ചെയ്തു, കണ്ടോ? ഒരു പോയിന്റ്, ഫിക്സ്ഡ് പോയിന്റ് ആണത്. ഇതാ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്താക്കാം. ഇനി സൂം ആൻഡ് സൂം ഔട്ട്, സ്ക്രോൾ ബട്ടണ്, അതേമാതിരി ക്യൂ അപ്പ്, ഡബ്ല്യു ഫ്രണ്ട്, ഇ ഡൗൺ, എ ലെഫ്റ്റ്, എസ് ബാക്ക്, ഡി റൈറ്റ്. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന ഓപ്ഷൻസ് ആണ്. പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ നോക്കാം. ഇത് കണ്ടന്റ് ലൈബ്രറി എന്ന് പറയും, ഹോം. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഇമ്പോർട്ട് മോഡൽസ് ഉണ്ട്. ഈ ഇമ്പോർട്ട് മോഡൽസിൽ നമുക്ക് എപ്പോഴും ഇവിടെ സെലക്ഷൻ ടൂളിൽ ഇതിലാ കിടക്കുക. എം ആണ് സെലക്ഷൻ ടൂളിന്റെ ഷോർട്ട് കീ, ഇതിലാ കിടക്കുക. നമ്മൾ പ്ലേസിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫയൽസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതൊക്കെ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യേണ്ട മോഡൽ ഇവിടെയാണ് കിടക്കുന്നത്, ഫയൽ ഇമ്പോർട്ട് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. അതുപോലെ ഇവിടെ നാച്ചുറൽ ഉണ്ട്, നാച്ചുറൽ എഴുതിയത്. ഈ നാച്ചുറൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കണ്ടോ ഒരുപാട് ഓപ്ഷൻസ് വന്നുള്ളത്. അതൊക്കെ ഒരുപാട് മരങ്ങളുണ്ട്. സെലക്റ്റിൽ ഇട്ടുകഴിഞ്ഞാൽ അതൊന്നും എനേബിൾ ആവില്ല. പ്ലേസിൽ ഇട്ടാൽ മാത്രമേ എന്താവുള്ളൂ, 3 ഓപ്ഷൻസ് ഇവിടെ എനേബിൾ ആവുള്ളൂ. ഏതില്? നാച്ചുറൽ. അപ്പോ ഇവിടെ നമുക്ക് ഒരുപാട് മരങ്ങളുണ്ട്. അപ്പൊ ഫസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തു, ഇത് ക്ലിക്ക് ചെയ്തു, ഇവിടെ കൊടുക്കുന്നത് ഇത് ജസ്റ്റ് പ്ലേസ് ചെയ്തു. ഓക്കെ, ക്ലിക്ക് ചെയ്തൊക്കെ നമ്മളെ ലെഫ്റ്റ് ബട്ടൺ തന്നെ കേട്ടോ, റൈറ്റ് അല്ല, ലെഫ്റ്റ് ആണ്. ഒന്നുകൂടി നോക്കിക്കോ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തു, ഒരു മരം ക്ലിക്ക് ചെയ്തു, എന്ത് ചെയ്തു, എവിടുക്കാൻ വേണ്ട വെച്ചാൽ അവിടെ പ്ലേസ് ചെയ്തു. സൂം ഔട്ട്. ഓക്കെ, ക്ലിക്ക് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ആണോ? ഇത്രയും മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മരങ്ങളെല്ലാതും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. വെറുതെ ഇങ്ങനെ പ്ലേസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. എവിടെയൊക്കെ വേണം അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ വെച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ അടുത്ത മരം ഉണ്ട് ഇവിടെ. വലിയ മരങ്ങളായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, എത്ര വലുതാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. 1 2 3 ഇത്രയും പേജ് ഉണ്ട്. പ്ലം മരങ്ങൾസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് മരങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ മരം നമുക്ക് ഈ കൊണ്ടുമ്പോൾ തന്നെ എന്തൊക്കെ ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഫിക്സഡ് പോയിന്റ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് മാനുവലി നീക്കുക. ഇതിപ്പോൾ ഒരു കറക്റ്റ് ആയിട്ടൊരു പൊസിഷനിൽ പോകുന്നതാണ്. ഓക്കെ, കറക്റ്റ് ഒരു പൊസിഷനിൽ തന്നെ എന്താണ് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാനുവലി വെറുതെ ഫ്രീ ആയിട്ട് പോവുകയാണ്. ഓക്കെ, ഞാൻ ഈ കീബോർഡിൽ എല് അത് ഞാൻ കാണിച്ചു തരാം. എല് അടിച്ചാണ് സംഭവിക്കുന്നത്. എല് എന്ന് പറഞ്ഞാൽ സ്കെയിലിംഗ് ആണ്. ഓക്കെ, ജസ്റ്റ് സ്കെയിലിംഗ് ആണ് എല്. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷൻ ആണ്. 6 എന്ന് പറഞ്ഞാൽ റൊട്ടേഷനും എല് എന്ന് പറഞ്ഞാൽ സ്കെയിലിങ്ങും. ഓക്കെ, എല് സ്കെയിലിങ്ങും 6 റൊട്ടേഷനും ആണ്. ഇതാ ജസ്റ്റ് ഇവിടുത്തെ പ്ലേസ് ചെയ്തു, പ്ലേസ് ചെയ്തിട്ട് ഇവിടെ സെലക്ഷനിൽ ഇട്ടു. ഓക്കെ, സെലക്ഷനിൽ ഇട്ടിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്കെയിൽ ഉണ്ട്, ഇവിടെ നമുക്ക് ചെയ്യാം. അതല്ല കൊണ്ടിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം അമർത്തിക്കഴിഞ്ഞാൽ സ്കെയിൽ ചെയ്യാം. അതായത് ഓപ്ഷൻ നമ്മൾ, അതായത് ആ മെഷ് ഇവിടെ കൊണ്ടിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് വെച്ചിട്ട് പിന്നെ സ്കെയിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്കെയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ 2 ഓപ്ഷൻ അവൈലബിൾ ആണ്. ഒന്നെങ്കിൽ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സ്കെയിൽ ചെയ്യാം. അതേപോലെ തന്നെ റൊട്ടേഷനും സെയിം തന്നെ കേട്ടോ വരുന്നത്. റൊട്ടേഷനും തന്നെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. പ്ലേസ് ചെയ്യുന്നതിന് മുന്നേയും നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ 6 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ലെവലിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാ മരങ്ങളും കാര്യങ്ങളൊക്കെ സെയിം തന്നെ കേട്ടോ വരുന്നത്. ഇവിടെ ഉള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാതും സെയിം തന്നെയാണ് വരുന്നത്. അപ്പൊ എല്ലാതും ഒന്ന് എടുത്തു നോക്കുക ജസ്റ്റ്. പിന്നെ ഇവിടെ എന്താണ്, മാസ് പ്ലേസ്മെന്റ് ഉണ്ട് നമുക്ക്. ഓക്കെ, എന്താ നോക്കാം. വേറൊരു മരം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ, കിടക്കണം. അപ്പൊ എല്ലാം അടിച്ച് നമുക്ക് എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കെയിൽ ചെയ്ത് ചെറുതാക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് ഇവിടെ മാസ് പ്ലേസ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ സിംഗിൾ പ്ലേസ്മെന്റ് ഉണ്ട്. ഈ സിംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോന്ന് പ്ലേസ് ചെയ്യാനുള്ളതാണ്. മാസ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്തായി, ഒരു റൗണ്ട് വന്നു അല്ലെ. ആ റൗണ്ട് അവിടെ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു, അവിടുന്ന് പിന്നെ എന്ത് ചെയ്തു, എനിക്ക് ഏത് വരെയാണ് വേണ്ടത്, അപ്പോൾ ഇതുവരെ മതി എന്നുണ്ടെങ്കിൽ ഇതുവരെ എന്ത് ചെയ്തു, അടുത്തൊരു പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പൊ എന്തായി, അത്രയും ഏരിയയിൽ ഒരു ലൈന് പോലെ എന്തായി മരങ്ങൾ വന്നു. ഇവിടെ നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, എത്ര നമ്പർ വേണം ഇവിടെ കൂട്ടി കൊടുക്കാം. കണ്ടോ, ഒരു ലൈന് പോലെ ഡ്രോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ കൊടുത്ത മരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഡയറക്ഷൻ ഉണ്ട്, കണ്ടോ, റൊട്ടേറ്റ് ആവണത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡയറക്ഷൻ സെറ്റ് ചെയ്യാം.
ഇതിലൊരു മാസ് പ്ലേസ്മെന്റിന്റെ ഒരു കാര്യം, നമ്മളെ എല്ലോ ആറോ ഇതിൽ വർക്ക് ആവില്ല കേട്ടോ. അത് സിംഗിൾ യൂസ് ചെയ്താൽ മാത്രമേ വർക്ക് ആവുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ റാൻഡം ഡയറക്ഷൻ ഉണ്ട്, റാൻഡം ആയിട്ട്. പിന്നെ റാൻഡം സ്പേസിങ് ഉണ്ട്, മരത്തിന്റെ റാൻഡം ആയിട്ട് സ്പേസ് ചെയ്യാൻ. റാൻഡം ഓഫ്സെറ്റ്, അതായത് നമ്മൾ ഈ ലൈൻ ഉണ്ടോ, ഈ ലൈന് അതാണ് നമ്മൾ ഓഫ്സെറ്റ് ചെയ്യണത് കണ്ടോ. റാൻഡം ആയിട്ട് നമുക്ക് ഇതാക്കാം. നമ്മൾ എല്ലാം ഫിക്സ്ഡ് ആയതിനു ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ടിക്കറ്റ് കൊടുക്കുക. ടിക്കറ്റ് കൊടുക്കാതെ പോകല്ലേ, ടിക്കറ്റ് കൊടുക്കുക, എങ്കിൽ അതവിടെ പ്ലേസ് ആവുള്ളൂ. ഒന്നുകൂടി നോക്കിക്കോ, മാസ് പ്ലേസ്മെന്റ് ഇവിടെ മുതൽ ഇവിടം വരെ വേണമെന്ന് പറഞ്ഞു അവിടെ കൊടുത്തു. ഓക്കെ, അത് ഞാൻ ഇപ്പോൾ ഫുള്ള് ഇതാക്കിയുണ്ട്. അപ്പോൾ ഒക്കെ 0 കിടട്ടെ. ഇതാ അപ്പം എന്താണ് കറക്റ്റ് ഒരു ഡ്രോയിൽ വന്നു. അപ്പം നമ്പർ കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ കുറക്കണമെങ്കിൽ കുറക്കാം. പ്ലേസ് ഓൺ ഗ്രൗണ്ട്, അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഗ്രൗണ്ടിൽ തന്നെ പ്ലേസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഗ്രൗണ്ടിൽ തന്നെ അല്ലേ വേണ്ടേ. അപ്പോൾ ഇത് തന്നെ കൊടുത്തു. റാൻഡം ഡയറക്ഷൻ കൊടുത്തു, റാൻഡം സ്പേസിങ് കൊടുത്തു, റാൻഡം ഓഫ്സെറ്റ് കൊടുത്തു. കണ്ടോ ആ ലൈൻ ഓഫ്സെറ്റ് ആയി പോകണു. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്പർ ഓഫ് ഐറ്റംസ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഒരു പാടൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തെടുക്കാം. ദെൻ ടിക്കറ്റ് ഒഴിവാക്കി. ഏതാ നോക്കിയേ, മാസ് പ്ലേസ്മെന്റ്. ഇതുണ്ട് ക്ലസ്റ്റർ ഉണ്ടല്ലോ ഇവിടെ. അങ്ങനെ വെച്ചാൽ എന്താണ്, ഇവിടെ ഒരു കൂട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മരങ്ങൾ വെച്ച് കൊടുക്കാം. പെട്ടെന്ന് ക്വിക്കായിട്ട് ഇപ്പം നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടിൽ മരങ്ങളൊക്കെ പെട്ടെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലസ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. പിന്നെ അടുത്ത് എന്ത്, പെയിന്റ് പ്ലേസ്മെന്റ് ഉണ്ട്. പെയിന്റ് പ്ലേസ്മെന്റ് എന്താണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, എവിടെ, ലെഫ്റ്റ് ബട്ടൺ കേട്ടോ. ലെഫ്റ്റ് ബട്ടണിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ നമുക്ക് ഞാൻ പറഞ്ഞു ഇതെന്ത് ചെയ്യുക, ഓർബിറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് ബട്ടൺ കേട്ടോ. റൈറ്റ് ബട്ടൺ ലെഫ്റ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത് നമുക്ക് എന്താണ്, ജസ്റ്റ് ഇങ്ങനെ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ലെഫ്റ്റ് ബട്ടണിലാണ് ഓപ്ഷൻസുകൾ എനേബിൾ ആവുള്ളൂ. റൈറ്റ് ബട്ടൺ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യാണ്, ചുറ്റോറം നോക്കാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഇങ്ങനെ പെയിന്റ് അടിച്ചിട്ട്. അപ്പൊ ഇങ്ങനത്തെ ചെയ്തേനെ ഇവിടെ പെയിന്റ് നിലയിലിട്ടാണ് ചെയ്തത്. നമുക്ക് വേറൊരു മരം വേണം. അപ്പൊ അതായത് ഈ തെങ്ങ് വേണമെന്നുണ്ടെങ്കിൽ തെങ്ങിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് വേണമെങ്കിൽ എന്താ അടിച്ചു കൊടുക്കാം, പെയിന്റ് പോലെ അടിച്ചു കൊടുക്കാം. അപ്പൊ ഇവിടെ ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ഡെൻസിറ്റി എത്ര വേണം. അപ്പൊ ഡെൻസിറ്റി കുറച്ചിട്ടാണ് പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് അടിച്ചോടത്ത് കൂടി തന്നെ അടിച്ചു പോരുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് സെയിം മരം അടിക്കണം കേട്ടോ. അവിടുത്തെ എന്ത് ചെയ്യുക, ഡെൻസിറ്റി കമ്മിയാക്കിയിട്ട് തരും അവർ. കണ്ടോ, ഈ ഡെൻസിറ്റി ഞാൻ കൂട്ടി, നല്ല കൂട്ടിയിട്ടാണ് ചെയ്യണമെങ്കിൽ എന്താണ്, ഒരു കാട് പോലെയുള്ള മരം തിങ്ങി വന്നു. നോക്കിയേ, കണ്ടോ. ഓക്കെ, ആവശ്യം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കൺഫേം അടിച്ച് ടിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിയർ അല്ലേ. ഏതൊക്കെ നോക്കി, സിംഗിൾ നോക്കി, മാസ് പ്ലേസ്മെന്റ് നോക്കി, ക്ലോസ്റ്റർ നോക്കി, പെയിന്റ് പ്ലേസ്മെന്റ് നോക്കി. സെലക്ഷനിൽ നമ്മൾ എന്തൊക്കെ നോക്കി, സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാൻ നോക്കി. ഇവിടെ നോക്കാം, നമുക്ക് ഒരു തൽക്കാലം ഇതിനെ ക്ലിക്ക് ചെയ്തു. സെലക്ഷനിൽ ഇവിടെ മൂവ് ഫ്രീ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തു നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്തേക്കാം. അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കീബോർഡിൽ എക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എക്സ് ആക്സിസിൽ പോകും. സെഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് വൈ ആക്സിസ് ഡയറക്ഷനിൽ നീങ്ങിപ്പോകും കേട്ടോ. എക്സും സെഡും ആണ് നമുക്ക് കീ വരുന്നത് കേട്ടോ. എക്സ് ആക്സിസും വൈ ആക്സിസും കറക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അടുത്ത് എന്താണ്, ഇവിടെ മൂവ് വെർട്ടിക്കൽ ഉണ്ട്. മൂവ് വെർട്ടിക്കൽ എന്താണ്, മേലേക്ക് അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, മൂവ് ഹൊറിസോണൽ ഉണ്ട്. ഈ ഹൊറിസോണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എക്സ് ആക്സിസും വൈ സെഡ് ആക്സിസും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പോയിക്കോളൂ കേട്ടോ. മറ്റൊരു ഫ്രീ ഹാൻഡ് ആയിട്ടാണ് പോവുക. അത് കറക്റ്റ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സും സെഡും നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ടൈപ്പ് ഇൻ ഉണ്ട് അല്ലേ, അവിടെ ടൈപ്പ് ചെയ്യാം. നമുക്ക് എക്സിന്റെ വൈന്റെ പൊസിഷൻ കറക്റ്റ് ആക്കണമെങ്കിൽ നമുക്കൊരു പൊസിഷൻ ഉണ്ടാവും, ഇന്നോടത്ത് വരണം, ഇത്ര ഡിഗ്രിയിൽ ഇത്ര എക്സിന് ഇത്ര ആക്സിസ് വിട്ടിട്ടാണ് വരുന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റായിട്ട് ആ വാല്യൂ കൊടുക്കണമെങ്കിൽ ആ ആക്സിസിൽ പോകും. ഇപ്പൊ 0 ആകുമ്പോഴത്തേന് കറക്റ്റായിട്ട് 0 വാല്യൂ എവിടെയാണ് നമ്മൾ കിടക്കുന്നത്, 0 വാല്യൂ എവിടെ കിടക്കുന്നത്, ഈ കിടക്കുന്നതാണ് 0 വാല്യൂ കിടക്കുന്നത്, അതിന്റെ അടുക്ക് പോകും കേട്ടോ. ഓക്കെ, അപ്പൊ എന്തൊക്കെ മനസ്സിലായി, മൂവ്, ഫ്രീ, ഹൊറിസോണല്, അപ്പ് ആൻഡ് ഡൗൺ, റൊട്ടേറ്റ്, സ്കെയില്. ഇനി വേറൊരു കാര്യം, നമ്മൾ എന്ത് ചെയ്തു, സെലക്ഷൻ ടൂളിൽ ഇട്ടു, ഇത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിലുള്ള നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യാൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോൾ ആണ്. സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. കൺട്രോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോരാം. പക്ഷെ ഇത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. കാരണം ഇത്രയും മരങ്ങൾ അടിയുന്ന ഈ ഒരു പെർട്ടിക്കുലർ മരം മാത്രം സെലക്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതെങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്യാൻ നോക്കാം നമുക്കിനി. അതിനായിട്ട് ഒന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഒന്ന് സെലക്ട് ചെയ്ത് എടുത്തു. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്താൽ സൂം ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്തു, ഡബിൾ ക്ലിക്ക് അടിച്ചു, എന്തായി, നമുക്ക് സൂം ആയിട്ട് വരും. ഇവിടെ കണ്ടോ കുറച്ച് ഓപ്ഷൻസ്, ഷോ അഡ്വാൻസ്. അതുപോലെ ഒരു കാര്യം കൂടി, ഇതും കൂടെ പറഞ്ഞാൽ കൊണ്ടുപോകാം. ട്രാൻസ്പെറൻസി ഉണ്ട്. മരത്തിന്റെ ട്രാൻസ്പെറൻസി നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറക്കണമെങ്കിൽ കുറക്കാം. കളർ മാറ്റി കൊടുക്കാം. കളർ സാച്ചുറേഷന്, കളർ റേഞ്ച്, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാനുവലി സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ആരോ മാർക്ക് കാണാം, ഷോ അഡ്വാൻസ് ഓപ്ഷൻ.
അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കണ്ടോ ഫോക്കസ് ഓൺ സെലക്ഷൻ ഉണ്ട്. അത് ആ മരത്തിനെ ഫോക്കസ് ചെയ്യേണ്ടതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതുണ്ട് സെലക്ട് ഒബ്ജക്റ്റ് ഐഡന്റിക്കൽ ലൈബ്രറി. ആ ലൈബ്രറിയിലെ ഇതാണ് ആ മരം. അതിനെന്ത് ചെയ്തു നമ്മള് എടുത്തു. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഈ മരം എവിടെ കിടക്കണമെന്ന് അറിയില്ല. അപ്പൊ ഏറ്റവും ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അഡ്വാൻസ് ഓപ്ഷൻ എനേബിൾ ചെയ്യുക, ഫിൻഡ് അടിച്ചു വിടുക. അപ്പൊ ആ ലൈബ്രറിയിലെ മരം ഓട്ടോമാറ്റിക് സെലക്ഷൻ വരും കേട്ടോ. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്താ അതിൻ്റെ ഇടയിലെ സെലക്ട് ഓൾ ഐഡന്റിക്കൽ ഒബ്ജക്റ്റ്. സെലക്ട് ഓൾ ഐഡന്റിക്കൽ ഒബ്ജക്റ്റ് അത് 455 മരം നമ്മൾ അതിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്പേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. 455 എണ്ണം. എങ്ങനത്തെ മരം വെച്ചിട്ടുണ്ട്? ഇവിടെ പ്ലം വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മരം നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? ഇവിടെ 455 എണ്ണം വെച്ചിട്ടുണ്ട്. എന്താ ചെയ്തേ? ഇവിടെ സെലക്ട് ഐഡന്റിക്കൽ ഒബ്ജക്റ്റ് ഞാൻ കൊടുത്തു. ഏതോടെ സെലക്ട് ഐഡന്റിക്കൽ. അപ്പൊ എന്തായി? മൊത്തം സെലക്ട് ആയി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റിന്റെ ബട്ടൺ ഉണ്ട്. ഡിലീറ്റ് അടിച്ചാൽ കീബോർഡ് ഡിലീറ്റ് അടിച്ചാൽ പോകില്ല. ഇവിടുത്തെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം ഡിലീറ്റ് അടിച്ചാൽ. ഡിലീറ്റ് അടിച്ചു. എന്തായി? അത്രയും മരങ്ങൾ അവിടെ നിന്ന് പോയി, ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അടുത്ത് സെലക്ട് ചെയ്തു. അതായി തെങ്ങാണ് സെലക്ട് ചെയ്യുന്നത്. എന്ത് ചെയ്തേ? സെലക്ട് ഐഡന്റിക്കൽ ഒബ്ജക്റ്റ് അടിച്ചു. കണ്ടോ? അത്രയും വന്നു. ഡിലീറ്റ് ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് അടിച്ചു. ഓക്കെ, പിന്നെ അടുത്തത് ഇവിടെ വന്നു സെലക്ട് ചെയ്തു. അപ്പൊ നമ്മളിതിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഞാനൊരു പക്ഷേ ഇവിടെ മൊത്തം ക്ലിയർ ചെയ്യാൻ പോകുമായിരിക്കും. അപ്പൊ എനിക്ക് ഇങ്ങനെ ഇത് ഓരോ ഗ്രൂപ്പ് വൈസ് സെലക്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ മരം മൊത്തം സെലക്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഇവിടെ വേണ്ട സെലക്ട് ഒബ്ജക്റ്റ് സെയിം കാറ്റഗറി. അതായത് മരം എന്നുള്ളൊരു കാറ്റഗറി വരുന്ന ഒബ്ജക്റ്റ് മൊത്തം സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്താൽ കണ്ടോ മരം മൊത്തം സെലക്ട് ആയി. ഇവിടെ ആ മരം എന്നുള്ള കാറ്റഗറിയില്ല, അത് നാച്ചുറൽ എന്നുള്ളതിലെ മരങ്ങളെല്ലാം എന്തായി? സെലക്ട് ആയി. ഫുള്ള് ഡിലീറ്റ് അടിച്ചു. ഇനി അടുത്ത ഇവിടെ പീപ്പിൾസ് ഉണ്ട്. പീപ്പിളിലൊന്നും സെയിം തന്നെയാണ് ഓപ്ഷൻസ് വരുന്നത്. പക്ഷെ മാസ് പ്ലേസ്മെന്റ് ഉണ്ട്, ക്ലോസ്റ്ററും ഉണ്ട് കേട്ടോ. ഇവിടെ അല്ല പെയിന്റ് ഉണ്ടാവില്ല. ഏതല്ലാതെ പെയിന്റ് ഉണ്ടാവില്ല, ബാക്കിയൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം? പ്ലേസ് ചെയ്യാം. വെറുതെ എങ്ങനെ എന്ത് ചെയ്യാം? ജസ്റ്റ് ആൾക്കാരെ പ്ലേസ് ചെയ്ത് വെച്ചു. കണ്ടോ? ഏതൊക്കെ തരം ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പോലെ കുറച്ച് മരങ്ങളും ആഡ് ചെയ്തു. ഓക്കെ, ഇവിടുത്തെ റഫായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വിട്ടു കേട്ടോ. അപ്പോൾ ഇതിലാണ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ നാച്ചുറൽ ലെറ്ററാണ് സെലക്ട് ചെയ്യുന്നത്. നാച്ചുറൽ ലെറ്റർ മരം ക്ലിക്ക് ചെയ്തു, സെലക്ട് ഐഡന്റിക്കൽ ഒബ്ജക്റ്റ് അടിച്ചു, അല്ലെങ്കിൽ സെലക്ട് സെയിം കാറ്റഗറി അടിച്ചു. ഇപ്പൊ എന്താ സംഭവിച്ചേ? മരം എന്നുള്ള കാറ്റഗറി മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിൽ മനുഷ്യനോ ഒന്നും ഇതിൽ എന്താണ് ഇൻക്ലൂഡ് അല്ല ഈ സെലക്ഷൻ ടൂളിൽ കേട്ടോ. ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് ഡിലീറ്റ് അടിച്ചു കിട്ടും. ഓക്കെ, ഒന്ന് ക്ലിക്ക് ചെയ്തു, ഇവിടെ സെലക്ട് ഐഡന്റിക്കൽ കാറ്റഗറി അടിച്ചു, ഡിലീറ്റ് ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് അടിച്ചു വിടുക. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം പറഞ്ഞുതരാൻ, ഇവിടെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഓപ്ഷൻ റാൻഡം പൊസിഷന്. അതിൽ ക്ലിക്ക് ചെയ്ത് എന്താണ്? റാൻഡം ആയിട്ട് പൊസിഷൻ മാറി വരും. ഓക്കെ, റാൻഡം റൊട്ടേഷൻ ഉണ്ട് അവിടെ. നമ്മുടെ മരം ഓട്ടോമാറ്റിക്കലി റാൻഡം ആയിട്ട് റൊട്ടേഷൻ ചെയ്യാം. റാൻഡം സൈസ് ഉണ്ട്. ഒന്ന് ചെറുത് മറ്റൊന്ന് വലുതാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സൈസ് നമുക്ക് ഇവിടെ കൂട്ടാം, ചെറുതാക്കാം, വലുതാക്കാം. ഇതാണ് റാൻഡം സൈസ്. ഇങ്ങനെ റീസെറ്റ് സൈസ് റൊട്ടേഷൻ എല്ലാം ഇതാക്കാൻ. പിന്നെ എന്താണ്? സ്പേസ് ഒബ്ജക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒബ്ജക്റ്റിനെ വെച്ചുകൊടുക്കാം. ഒറ്റയടിക്ക് എന്ത് ചെയ്യാം? ഒരു കൂട്ടം ഞാൻ വെച്ചതാണ്. ഇപ്പൊ എന്താണ്? ഒരു ലൈനിൽ വെച്ച മാതിരി കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ എന്താണ്? അലൈൻ പൊസിഷൻ ഉണ്ട് ഇവിടെ. അലൈൻ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ 49 മരങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ എന്താണ്? ഒറ്റൊരു മരമായിട്ടാണ് കാണുന്നത്. ഒറ്റൊരു പോയിന്റിക്ക് എന്തായി? നമ്മൾ ക്ലിക്ക് ചെയ്ത മരം ഏതാണോ അത് കറക്റ്റ് ആ പോയിന്റിക്ക് നമ്മള് ബാക്കിയുള്ള എല്ലാ മരങ്ങളും ഇവിടെ വന്നു. അല്ലെങ്കിൽ റൊട്ടേഷന്, പ്ലേസ് ലാൻഡ്സ്കേപ്പ്. ഓക്കെ, അതിട്ട് തന്നെ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക്. അല്ലെങ്കിൽ സൈസ്, ഹൈറ്റ് കാര്യങ്ങൾ. അപ്പൊ അതിട്ട് തന്നെ വേറെ ഒന്നും ചെയ്യാൻ നടക്കില്ല. അപ്പൊ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് അടിച്ചു കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ക്ലിക്ക് ചെയ്ത് വെച്ചു, സെലക്ട് സെയിം കാറ്റഗറി അടിച്ചു, അല്ലെങ്കിൽ സൈസ് അടിച്ചു. കണ്ടോ? സൈസ് അലൈൻ ചെയ്യാൻ എല്ലാത്തിൻ്റെയും സെയിം ആയിട്ട് ഹൈറ്റും കാര്യങ്ങളും കൺഫേം. ലാൻഡ്സ്കേപ്പിൽ തന്നെ കൺഫേം ചെയ്യണം. പ്ലേസ് ഓൺ ലാൻഡ്സ്കേപ്പ് സെയിം തന്നെയാണ് ഒക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മരങ്ങളെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ ഇവിടെ മനുഷ്യന്മാരുണ്ടല്ലേ, മനുഷ്യൻ സെലക്ട് ചെയ്യണമെങ്കിൽ മനുഷ്യന്റെ ഇതിന് ഇടണം കേട്ടോ. ഇവിടെ പീപ്പിൾസ്, അനിമൽസ്, ഏതിന്റെ ഓരോന്നിനും ഓരോ കാറ്റഗറി വൈസിംഗ് ആണ് വരുന്നത്. നാച്ചുറല്, പീപ്പിള്, ട്രാൻസ്പോർട്ട്, ഒബ്ജക്റ്റ്, പിന്നെ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞുതരാം. അതേമാതിരി ലൈറ്റ്, എഫക്ട്സ്, യൂണിറ്റ്ലെസ് അല്ലേ. അപ്പോൾ പീപ്പിൾസിലാണ് ഈ മനുഷ്യന്മാരെല്ലാവരും വരിക. ട്രാൻസ്പോർട്ടിലാണ് വണ്ടികൾ വരിക. പക്ഷെ ട്രാൻസ്പോർട്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഓപ്ഷൻസ് ഒന്നുമില്ല. ആ ഓപ്ഷൻസ് പറഞ്ഞാൽ ഇവിടെ പ്ലേസ് പറഞ്ഞ ഓപ്ഷൻ തന്നെ ഇടണം കേട്ടോ. മൂവിൽ ഇട്ട് കഴിഞ്ഞാൽ വരില്ല, സെലക്ഷൻ ടൂൾ ഇട്ട് കഴിഞ്ഞാൽ വരില്ല, പ്ലേസിൽ തന്നെ ഇടണേ. പ്ലേസിൽ തന്നെ ഇട്ടാലേ ഇവിടെ എന്താവുള്ളൂ?
വണ്ടികൾ വരുള്ളൂ. ഓക്കെ, എങ്ങനെ ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് വെക്കാം. നമുക്ക് സിംഗിൾ വണ്ടികൾ മതി. സിംഗിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പം ഏതിൻ്റെയാണോ വേണ്ടത് അതിനുള്ളിൽ കയറി. ഇപ്പോൾ ഒബ്ജക്റ്റ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ സോഫ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് അവൈലബിൾ ആണ്. ഡിഫോൾട്ട് ആയിട്ട് തന്നെ എന്താണ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒബ്ജക്റ്റിനുള്ളിൽ തന്നെ ടേബിളായിട്ട് ഇലക്ട്രോണിക്സ്, കിച്ചൺ ഐറ്റംസ്, ലൈറ്റിങ്സ്, ഡെക്കറേഷൻസ്, ഇതെല്ലാം നിങ്ങൾ എടുത്ത് നോക്കണേ. പിന്നെ ഇവിടെ പറഞ്ഞുതരാന്ന് പറയുന്നത് ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ ഗ്രൂപ്പ് നോക്കാം. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതാ ഈ ഒരു വണ്ടി അതിനായിട്ട് എന്ത് ചെയ്തു, ട്രാൻസ്പോർട്ടിൽ ഇട്ടു, എന്നിട്ട് ക്ലിക്ക് ചെയ്തു, ഇവിടെ സെലക്ട് അടിച്ചു, അതിൻ്റെ കാറ്റഗറി കറക്റ്റായിട്ട് സെലക്ട് ചെയ്തു. ഇവിടെ എന്തുണ്ട്, നമുക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആഡ് കറണ്ട് സെലക്ഷൻ ടു ഗ്രൂപ്പ്, അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അതിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ എഡിറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പ് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വണ്ടിനെ പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ മൂവ് ചെയ്യാം. ഓക്കെ, ആ വണ്ടിനെ ഒറ്റയടിക്ക് മാത്രം എന്ത് ചെയ്യുക, മൂവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അതിനെ റൊട്ടേഷൻ ചെയ്യാം, കളറ് മാറ്റാം. അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് എന്തുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിക്കിനെ കിട്ടും. ഓക്കെ, മൂട്ടുള്ളിട്ടു. അതേപോലെ നമുക്ക് ഇവിടെ എന്തുണ്ട്, അൺഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നോക്കിയേ, അൺഗ്രൂപ്പ് അടിച്ചാൽ ഗ്രൂപ്പ്, അൺഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് അവൈലബിൾ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൊത്തം സെലക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. സൂം ഔട്ട് അടിച്ചു, നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ ലെഫ്റ്റ് ബട്ടണിൽ നമുക്ക് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അതിനായിട്ട് കൺട്രോൾ പിടിച്ചാണ് കേട്ടോ. കൺട്രോൾ പിടിച്ച് സെലക്ട് ചെയ്താലേ വരുള്ളൂ. പക്ഷെ അതിൽ നമുക്ക് സെയിം തന്നെ വരുന്നത് എന്താണ്, നമ്മൾ കാർ എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ ഉള്ളിലാണെങ്കിൽ കാറുകൾ മാത്രമേ സെലക്ട് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അത് സെലക്ട് ചെയ്തു, എന്ത് ചെയ്തു, ഡിലീറ്റ് അടിച്ചു, പ്ലേസിൽ വന്നു. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഗ്രൂപ്പ് എന്താ നോക്കാം നമുക്ക്. ഇവിടെ ഒന്ന് സെലക്ട് ഐഡന്റിക്കൽ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു, ആഡ് കറന്റ് സെലക്ഷൻ ടു ഗ്രൂപ്പ് അടിച്ചു. ഇപ്പൊ എന്താണ്, അതൊരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന്റെ അവിടെ നിന്ന് ഒരു മൂവ് പോയിന്റ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ, പോയിന്റുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരുമിച്ചിട്ട് എന്ത് ചെയ്യാം, മൂവ് ചെയ്തേക്കാം. ഇതിവിടെ എഡിറ്റ് ഗ്രൂപ്പ് അടിച്ചു. ഈ വണ്ടിനെ കുറച്ച് വേണമെങ്കിൽ ഇങ്ങോട്ട് നീക്കാം, ഈ വണ്ടിനെ വേണമെങ്കിൽ ഇങ്ങനെ ബാക്കിലേക്ക് നീക്കാം, ഇത് വേണമെങ്കിൽ കറക്റ്റ് സെന്ററിലേക്ക് ആക്കാം, ഇതിങ്ങനെ ആക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ടിക്കറ്റ് കൊടുത്താൽ മതി. അതല്ല ആ വണ്ടിയുടെ കളറാണ് നമുക്ക് മാറ്റേണ്ടത് വെച്ചാൽ കളർ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ടിക്കറ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ എന്തായി, ആ വണ്ടി അവിടെ വന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്താ, സേവ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, സേവ് ഗ്രൂപ്പ് അടിച്ചിട്ട് എന്ത് ചെയ്തു, ഞാൻ ഈ വണ്ടിയുടെ സേവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, കാറിന്ന് അടിച്ചിട്ട് എന്ത് ചെയ്തു, ടിക്ക് ഇട്ടു. ഓക്കെ, അപ്പോൾ സേവായി, സേവിങ് ഗ്രൂപ്പായി. ആ ഒരു ഗ്രൂപ്പ് സേവ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഗ്രൂപ്പ്സ് ഉണ്ട് കണ്ടോ, ഗ്രൂപ്പ്, അതിൽ പ്ലേസ് വന്നിട്ടുണ്ട് കണ്ടോ. പ്ലേസ് വന്നപ്പോൾ ഉണ്ടോ, നമ്മൾ ആ കാർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നോക്കിക്കോ, ഞാൻ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ ഈ വണ്ടികൾ പിടിച്ചു ഗ്രൂപ്പ് ചെയ്തു ഇവിടെ. ഓക്കെ, എന്നിട്ട് എഡിറ്റ് ഗ്രൂപ്പൊക്കെ കയറി നമുക്ക് എന്ത് ചെയ്യാം, ഈ വണ്ടികളെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാണ് എഡിറ്റ് ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ അവിടെ സേവ് ഗ്രൂപ്പ് അടിച്ചിട്ട് അതിന് പേരിട്ട് കൊടുത്തു. ശേഷം എന്ത് ചെയ്തു, ഇവിടെ ഗ്രൂപ്പിന്റെ ഓപ്ഷനിൽ വന്നു, പ്ലേസിൽ വന്നു, ക്ലിക്ക് ചെയ്തു, എന്ത് ചെയ്തു, നമുക്ക് എവിടെ വെച്ചാൽ വെക്കേണ്ടത് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യുക, അങ്ങനെ വെച്ച് കൊടുക്കുക. അതാവുമ്പോൾ എന്താണ്, ഒരു ഗ്രൂപ്പാണ് അല്ലേ, ഒന്നിൽ കൂടുതൽ വണ്ടികളുണ്ട്. നമ്മൾ മറ്റേത് ഇങ്ങനെ ഓരോന്ന് ഇരുന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ മാസ് പ്ലേസ്മെന്റ് അങ്ങനത്തെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കേണ്ടി വരും. ഇത് പറഞ്ഞാൽ ഒറ്റൊരു പാത്തിൽ നമ്മൾ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, മിക്സറാക്കി പിന്നെ വെച്ചെടുക്കണം. ഒരു ഗ്രൂപ്പാക്കി കൊണ്ടാണ് ഗ്രൂപ്പ് ഇമ്പോർട്ട് ചെയ്യണം നമ്മൾ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം. പിന്നെ ഇവിടെ ലൈറ്റ് ഉണ്ട്, ലൈറ്റ്സ് എടുത്തു, പ്ലേസിൽ വന്നു, ഇവിടെ ലാമ്പ് ഉണ്ട്, ക്ലിക്ക് ചെയ്ത് ഇവിടെ വെച്ച് കൊടുത്തു, മൂവിലിട്ടു, മൂവ് വെർട്ടിക്കൽ എടുത്തു, മേലേക്ക് പൊക്കി വെച്ചു. കണ്ടോ ലൈറ്റ് എത്തണോ, എന്താ ലൈറ്റ് കൂട്ടി കൊടുക്കാം, കുറക്കാം, അതിൻ്റെ ആംഗിള് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഏതിൻ്റെയും എഡിറ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ആയിട്ട് വരിക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, കറണ്ട് ലെയറിന്റെ ഒരു ഓപ്ഷൻ കണ്ടു നമ്മള്. ഇപ്പൊ ലെയർ നമുക്ക് നോക്കിയാൽ ഇവിടെ ലെയർ 1-ലാണ് ഇത് കിടക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു, ലെയർ 2-ലേക്ക് ഇട്ടു. പിന്നെ അതേപോലെ പീപ്പിൾസ് എടുത്തു, മനുഷ്യന്മാരെ സെലക്ട് ചെയ്തു, സെലക്ട് ഐഡന്റിക്കൽ ഒബ്ജക്റ്റ്, അതായത് ആ നടന്നു പോകുന്ന ആൾക്കാരെ മാത്രം എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ലെയർ 3-ക്ക് ഇട്ടു, ഇരിക്കുന്ന ആൾക്കാരെ സെലക്ട് ചെയ്തു. ലെയർ 4-ക്ക് ഇട്ട് കൊടുത്തു. എന്താണ് ഇപ്പൊ ഞാൻ ചെയ്ത് നോക്കാം നമുക്ക്. നമ്മളിവിടെ നോക്കുമ്പോൾ കാണാം കുറെ ലെയേഴ്സ് കിടക്കുന്നത്. പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന ഇവിടെ ആഡ് ലെയർ ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ലെയർ അവിടെ ആഡ് ചെയ്തോളും.
ഇവിടെ വന്നതിന് നമുക്ക് ലെയർ 6 ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ 5 എന്നുണ്ടായിരുന്നു, ഇപ്പൊ 6 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്തു, ഈ രണ്ടാമത്തെ ലെയർ ഓഫ് ചെയ്തു. അപ്പൊ എന്താ പോയേ, ലൈറ്റ് പോയി നമ്മളിന്ന്. മൂന്നാമത്തെ ലെയർ ഓഫ് ചെയ്തു, പോവോ? ഇല്ല. ഈ വൈറ്റ് കളർ വന്നാൽ പോവില്ല. അപ്പൊ അതിനായിട്ട് ലെയർ 1 ഇട്ടിട്ട് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പോകുള്ളൂ കേട്ടോ. നമ്മൾ ഒരിക്കലും അത് വന്ന് ഇത് കിടരുത്. അത് നമ്മളെ സെലക്ഷൻ ടൂൾ മൊത്തത്തിൽ കൊടുത്തിട്ട് ലെയർ 1 സെലക്ട്, അല്ലെ നമ്മൾ ഏത് ലെയർ ആണോ ഓഫ് ചെയ്യുന്നത് അതിൽ വന്നിട്ട് സെലക്ട് ചെയ്യരുത്. അതിന്റെ ഹൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല, അത് ഒരു കണ്ണിന്റെ ചിഹ്നം കാണാം അല്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പോവുള്ളൂ. ലെയർ 5 അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ എന്ത് ചെയ്യാം, ഓഫ് ചെയ്ത് കളയാം കേട്ടോ. ഇപ്പൊ ലെയർ 1, ഇപ്പൊ ലെയർ 2 ലെയർ 1 ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാറുകളെല്ലാം പോകും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഇത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഡിലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, കാറിന്റെ ഓപ്ഷൻ കിട്ടാനും മാത്രമേ കാറുകൾ പോകുള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അതിന്റെ സെന്റർ പോയിന്റ് മാത്രം കാണിച്ചു കൊടുത്താൽ മതി. 4 എന്നുണ്ടെങ്കിൽ 4 കൂട്ടത്തോടെ എന്താവും, ഡിലീറ്റ് ആയി പോകും. ഇനി ഇവരെ സെലക്ട് ചെയ്യണം. അതിനായിട്ട് എന്ത് ചെയ്തു, പീപ്പിൾസിൽ കൊടുത്തിട്ടു കൺട്രോൾ പിടിച്ചിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ഡ്രാഗ് സെലക്ട് ചെയ്തു. അപ്പൊ ഡ്രാഗ് സെലക്ട് ചെയ്ത് ആരൊക്കെ സെലക്ട് ആയിക്കണോ അവരൊക്കെ എന്താവും, നമുക്ക് കളയാം. ഇങ്ങനെ സെലക്ട് ചെയ്തു, ഡിലീറ്റ്. അടുത്ത ഇവിടെ ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ കയറി കൺട്രോൾ സെലക്ട് ചെയ്തു, ഡിലീറ്റ്. പിന്നെ ഇവിടെ ലൈറ്റ് അല്ലേ, ലൈറ്റും ഡിലീറ്റ്. പിന്നെ ഇവിടെ എഫക്റ്റ് ഉണ്ട്. ഈ എഫക്റ്റിൽ എന്തൊക്കെ വെക്കുക, എന്ത് പറയാൻ ഇവിടെ ഓപ്ഷൻസ് എനേബിൾ ആവണമെങ്കിൽ പ്ലേസിൽ കിടക്കണം കേട്ടോ. ഇവിടെ എന്തുണ്ട്, വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്, വെച്ച് നോക്കാം നമുക്ക് വെറുതെ. എന്താ വെള്ളച്ചാട്ടം ചേർന്നുണ്ടോ? അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് ഓപ്ഷൻ. ഈ തീ വേണമെങ്കിൽ തീ ഉണ്ട് ഇവിടെ കണ്ടോ, സ്മോക്ക് ഉണ്ട്, പുക വേണമെങ്കിൽ അതിന്റെ പിന്നാലെ പുകയും പോയിക്കോട്ടെ. പിന്നെ എന്തുണ്ട്, ഫോഗ് ഉണ്ട്. ഇപ്പൊ നമ്മളെ ഗ്രൗണ്ടിലൊക്കെ ഫോഗ് ഉണ്ടാവും, വണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ പൊടി വാറുന്നതും കാറ്റൊക്കെ അടിച്ചുമ്പോൾ അത് വെക്കാം. ലീവ്സ്, ഇപ്പോൾ ഇല വീഴാണെങ്കിൽ ഇല വീഴാം. പിന്നെ അതിന്റെ സൗണ്ടുകളാണ്, ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് തന്നെ അതിന്റെ ഓരോ സൗണ്ടുകൾ ഉണ്ട് കേട്ടോ. എയർപോർട്ടിലെ ഓരോ ആൾക്കാരുടെ സൗണ്ടുകളാണ് അതൊക്കെ വരുന്നത്. അത് ജസ്റ്റ് പിന്നെ അടുത്ത് എന്തുണ്ട്, ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ, അതിലെന്തൊക്കെയാണ് വരും നോക്കാം. ഇതിൽ നമ്മള് റോഡിന്റെ കുഴിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വരുന്നത്. ഇപ്പൊ കുഴി ഉള്ള ഭാഗം നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ ചുറ്റോറല്ലേ മാത്രം കാണിച്ചു കൊടുക്കുക. പിന്നെ അതിന്റെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും പേരോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, അത് സെറ്റ് ചെയ്യുക. പായല് പൂപ്പല് ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നോക്കിയിരുന്നത് ഇവിടെ പായല് പൂപ്പല് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് കണ്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ റോഡിലെ സൈനുകളാണെങ്കിൽ സൈനുകൾ ഉണ്ട്. ബസ് ലൈനായിട്ട് കൊടുക്കണമെങ്കിൽ ബസ് ലൈന്, വണ്ടി തിരിഞ്ഞു പോകണമെങ്കിൽ സ്ട്രൈറ്റ് തിരിവ്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, റോട്ടിൽ കൊടുക്കേണ്ട ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. ഓക്കെ, പായലും പൂപ്പലും കാര്യങ്ങളും തുരുമ്പിച്ചതും എല്ലാതും നമുക്ക് എന്തുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, വാൾ സ്റ്റിക്കേഴ്സ്, അതിന് മതിലുമേ കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പിന്നെ വീടിന്റെ ഉള്ളിൽ വരച്ചെടുക്കണമെങ്കിൽ വരച്ചെടുക്കാം. അങ്ങനത്തെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ സെലക്ട് ചെയ്യുന്ന ഇവിടെ കളറും അതിന്റെ ട്രാൻസ്പെറൻസി ഉണ്ടാവും കേട്ടോ. ട്രാൻസ്പെറൻസി കളയാന് അതിന്റെ കളർ മാറ്റി കൊടുക്കാൻ. ഇപ്പൊ റെഡ് കിട്ടുവാനത്, ബ്ലാക്ക് റെഡ് ഏത് കണ്ടിട്ട് കൊടുക്കാം. ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനുണ്ട് അതേപോലെ തന്നെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മള് കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യട്ടെ കേട്ടോ. വെറുതെ ഒരു കാര്യം പറഞ്ഞു തരാനാണ്. എന്തോ ഇവിടെ ഇതൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു, മരങ്ങളുണ്ട്, ഇങ്ങനെ എല്ലാതും ഇങ്ങനെ ആഡ് ചെയ്തു. അപ്പൊ മറ്റേ സാധനമൊക്കെ മിസ്സായി പോയില്ലേ, ടിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അടുത്ത കുറച്ച് ആൾക്കാരെ പിടിച്ച് എന്ത് ചെയ്തു, നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തു വെറുതെ റഫായിട്ട്. പിന്നെ അടുത്ത ഇവിടെ വന്നു, എഫക്റ്റിൽ വന്നിട്ട് എന്ത് ചെയ്തു, കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, പിന്നെ ഒബ്ജക്റ്റിനുള്ളിൽ കയറി അങ്ങനെ ഒരുപാട് വെറുതെ റഫായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതൊക്കെ ഓരോ കാറ്റഗറി ഇട്ടാലും സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ ഒബ്ജക്റ്റിന്റെ കാറ്റഗറി ഇട്ടപ്പോൾ സോഫിങ് അതൊക്കെ സെലക്ട് ആയി. ട്രാൻസ്പോർട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ആഡ് ചെയ്തില്ല. പീപ്പിളിൽ ഇട്ട് കഴിഞ്ഞാൽ പീപ്പിൾസ് മാത്രമേ ഇവിടെ എന്താവും സെലക്ട് ചെയ്ത് വരുള്ളൂ. നമുക്ക് എല്ലാതും സെലക്ട് ആവണം. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം സെലക്ട് ആവാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുക വെച്ചാൽ ഇവിടെ സെലക്ട് ഓൾ കാറ്റഗറി ഉണ്ട്.
അതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് നമുക്ക് എന്ത് ചെയ്യാം, റഫായിട്ട് സെലക്ട് ചെയ്തെടുക്കാം. കണ്ടോ, മരം വേണമെങ്കിൽ മരം, വെള്ളം വേണമെങ്കിൽ വെള്ളം, ഏത് നമുക്ക് എന്ത് ചെയ്യാം, റഫായിട്ട് സെലക്ട്. ഏതിലിട്ട് കഴിഞ്ഞാല് സെലക്ട് ഓൾ കാറ്റഗറിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഫുള്ള് സെലക്ട് ചെയ്യാൻ ചെയ്തു. കൺട്രോൾ യൂസ് ചെയ്തിട്ട് ഫുൾ ആയിട്ടാണ് സെലക്ട് ചെയ്തു. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് ഓൾ സബ്ജക്ട് കൊടുത്താൽ ഫുള്ളായിട്ട് സെലക്ട് ആവും കേട്ടോ. ഇവിടെ ഒന്ന് ഡിലീറ്റ് അടിച്ചു, അത് കളഞ്ഞു, ഫുള്ള് കളഞ്ഞു, ഇൻക്ലൂഡിങ് അടിയിലിട്ട പെയിന്റിങ് നമ്മളൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇവിടെ യൂണിറ്റ്ലെസ് ഉണ്ട്, യൂണിറ്റ്ലെസിന്റെ ഉള്ളിൽ പ്ലേസിൽ ഇത് ജസ്റ്റ് ഒരു ക്യാരക്ടറിന്റെ ബിൽ ബോർഡാണ്, ജസ്റ്റ് ഒരു ബോർഡ് വെക്കുന്ന മാതിരി. പിന്നെ ക്ലിപ്പ് ലൈന്, ഗ്രിഡ്, ഇത് ഗ്രിഡ് ലൈൻ ആണ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ഒരു ഗ്രിഡ് ലൈനൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ വന്നിട്ട് ലാൻഡ്സ്കേപ്പ് കട്ടർ, ഇത് ഞാൻ പറഞ്ഞുതരാം. മെഷർ എടുക്കുന്നത്, അളവ് എടുക്കുന്നതാണ്, ഇതും പറഞ്ഞുതരാം, ഇതും പറഞ്ഞുതരാം. ഇതൊക്കെ നമുക്ക് ഇന്റീരിയറിൽ നോക്കേണ്ട ആവശ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ എടുത്ത് നോക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പ്ലേസിൽ ഇട്ടാലേ വരുള്ളൂ എന്നൊരു ചിന്ത ഉണ്ടാവും കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്തു നോക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാം നിങ്ങൾ എടുത്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നാളെ അടുത്തൊരു ക്ലാസ്സും കൊണ്ട് കാണാം. ഓക്കെ, താങ്ക് യു.